ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാനൊരു മഷ്റൂം കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ മഷ്റൂം കറി, ഒരു ഏഷ്യൻ വേർഷൻ ബട്ട് നോട്ട് പ്രോപ്പർ ഏഷ്യൻ, അങ്ങനത്തെ ഒരു മഷ്റൂം കറി. അപ്പോൾ കണ്ടാലോ ഇതിൻ്റെ റെസിപ്പി. സോ നമുക്കിതിന് വേണ്ടി ഫൈൻലി ചോപ്ഡ് സവാള വേണം, വെളുത്തുള്ളി വേണം, ആൻഡ് ദെൻ റെഡ് ചില്ലി, ദെൻ മഷ്റൂംസ് ആൻഡ് റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. സോ ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കണം പാനിലേക്ക്. എൻ്റെ ഒരു ഇന്തോനേഷ്യൻ ഫ്രണ്ട് ഒരു ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പോർക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മഷ്റൂം ഉണ്ടായിരുന്നു. സോ നമുക്ക് മഷ്റൂം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. എനിക്കറിയില്ല ഗൈസ്, കുക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിരിക്കും മുഖത്ത്. സോ സവാള ഒന്ന് എളുപ്പത്തിൽ വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇത്ര ഇടണ്ട കേട്ടോ, ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി. ദെൻ മഷ്റൂംസ് ഞാൻ ഇട്ട് കൊടുത്തു. മഷ്റൂംസ് ആക്ച്വലി ഞാൻ 4 അരിഞ്ഞിട്ടായിട്ട് ഇട്ട് കൊടുത്തത്. ദെൻ മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പം നമുക്കിനി ബാക്കി സോസസും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ കുറച്ച് സോയ സോസ്, ദെൻ ലെമൺ ജ്യൂസ്. ഫ്രഷ് ലെമൺ വാങ്ങിക്കുമ്പം ഇത്ര ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്തിലേക്ക് ചീത്തയാവും, അതുകൊണ്ട് ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യും. പിന്നെ ഇത് ടോമിയോങ് പേസ്റ്റ്, ഇതിനകത്ത് പ്രോൺസ് അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അരച്ച് ചേർത്തൊരു പേസ്റ്റാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ദെൻ അജിനോമോട്ടോ, അതൊരു പൊടിക്ക് ഇടാവുള്ളൂ കേട്ടോ, ഞാനതപ്പോൾ നോക്കി ഇടുവാണ്. ഒരു ഇത്തിരി നുള്ള് അജിനോമോട്ടോ ഇട്ട് കൊടുത്തു. ദെൻ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ എക്സ്ട്രാ എരിവിന് വേണ്ടി കുറച്ചും കൂടെ ചില്ലി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് നല്ലോണം തിളച്ച് കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവ് കുറഞ്ഞു പോയി, ബട്ട് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടിപ്പോയി, ബട്ട് കൊള്ളാം കേട്ടോ. ഞാൻ എക്സ്ട്രാ ഒരു ചില്ലി ഇട്ടിട്ടും എരിവ് തികയുന്നില്ല. എനിക്ക് ഫുഡിൽ ഭയങ്കര സ്പൈസിനെസ് ഭയങ്കര ഇഷ്ടമാണ്. So do try it out guys. Bye bye.